ഹായ്, എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൈകുന്നേരങ്ങളിലൊക്കെ ചായക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറുമുറുമായിട്ടാണ് വന്നിട്ടുള്ളത്. പക്കാവടയാണ് ഉണ്ടാക്കുന്നത്. ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിയിട്ടല്ലേ നമ്മൾ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈസി റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 250 ml കപ്പിൽ 1 കപ്പാണ് പൊടി ഞാൻ എടുത്തിട്ടുള്ളത്. അതേ അളവിൽ തന്നെ കടലമാവും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കൂടുതലാവണ്ട, കുറച്ചിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു കയ്പ്പ് രസം ഉണ്ടാവും. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അത് വളരെ കുറച്ച് ചേർത്താൽ മതി, ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിന് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്തുള്ള മുളക് പൊടി നല്ല എരിവുള്ളതാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ ചേർത്തിട്ടുള്ളത്. കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർക്കാവുന്നതാണ്, അപ്പോൾ നല്ലൊരു കളറും കൂടെ കിട്ടും. പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ടുള്ളതാണ്, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം. എൻ്റെ അടുത്തുള്ള അരിപ്പൊടിക്ക് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ ചൂടുവെള്ളം എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ നല്ലപോലെ ചൂടാക്കിയ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 2 ഗ്ലാസ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. എൻ്റെ പൊടിക്ക് അത്രയും വെള്ളം മതിയാവും. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ വെള്ളം മതി, പാകമായിട്ടുണ്ട് മാവ്. അപ്പോൾ നല്ലപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാൻ സേവനാഴിയിൽ എണ്ണയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്, ചില്ലിയിലൊക്കെ. അപ്പോൾ ഇതുപോലത്തെ നീളത്തിലുള്ള ചില്ലാണ് എടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് സേവനാഴിയിലേക്ക് ഇട്ടിട്ട് മാവൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മാവൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്, നമുക്കിനി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. പിന്നെ കറിവേപ്പില ആദ്യം വറുത്തെടുക്കുമ്പോൾ നമ്മൾ പിന്നെ ഉണ്ടാക്കുമ്പോൾ അതിനൊക്കെ ഒരു കറിവേപ്പിലയുടെ ഒരു ഫ്ലേവറും കൂടെ ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് വറുത്ത് കോരാം. ഇനി എണ്ണയിലേക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇതുപോലെ ഇങ്ങനെ വട്ടം ചുറ്റിച്ചിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി. സിമ്മിൽ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇതൊരു സൈഡായാലും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് ആയി കിട്ടും. അപ്പോൾ സിമ്മിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട്, ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ബാക്കി എല്ലാതും ഇതേപോലെ അങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മുഴുവനും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊട്ടിച്ചുകൂടെ കാണിച്ചു തരാം. ഒരു കുറച്ച് നീളത്തിൽ വേണം നമ്മൾ പൊട്ടിച്ചെടുക്കാൻ, ഇതുപോലെ. അപ്പോൾ പക്കാവട അറിയുമ്പോൾ ഇതേപോലെ ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി ഉണ്ടാക്കിയതിന് ശേഷം. അപ്പോൾ എല്ലാതും ഇതേപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിപ്പോൾ കാറ്റ് കടക്കാത്ത ഡബ്ബയിലൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ
കുറച്ച് ദിവസം വരെ നമുക്ക് കേടുകൂടാതെ കിട്ടും. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ പക്കാവട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം. താങ്ക്